ആമ്പല്ലൂർ മുതൽ അളഗപ്പനഗർ ESI വരെ റോഡിന് ഇരുവശത്തുമായി പടർന്നു പന്തലിച്ച കൂറ്റൻ മരങ്ങൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ. ആമ്പല്ലൂർ മുതൽ അളഗപ്പനഗർ ESI വരെ റോഡിന് ഇരുവശത്തുമായി പടർന്നു പന്തലിച്ച കൂറ്റൻ മരങ്ങൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് യാത്രക്കാർ. ആമ്പല്ലൂർ മുതൽ അളഗപ്പ ESI വരെ റോഡിന്റെ ഇരുവശത്തും നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ ഏത് സമയവും നിലം പൊത്താവുന്ന വിധമാണ്. മഴ പെയ്തതോടെ പലയിടത്തും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊട്ടി വീഴുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭാരമേറിയ ചില്ലകൾ വൈദ്യുതി ലൈന് മുകളിലേക്ക് പടർന്നു നിൽക്കുന്നുണ്ട്. കാറ്റിലോ മഴയിലോ ഇവ ഒടിഞ്ഞ് വൈദ്യുതി കമ്പികളിലേക്ക് വീഴാനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ആമ്പല്ലൂരിൽ മരത്തിന്റെ ചില്ലകൾ പൊട്ടി റോഡിലേക്ക് വീണെങ്കിലും ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വാഹന നീക്കം കുറഞ്ഞ സമയത്താണ് അപകടമെന്നതിനാലാണ് ആളപായം ഒഴിവായത്. ഇത്തരത്തിൽ ചുവട് ചാഞ്ഞും ശിഖരങ്ങൾ താഴ്ന്നും കിടക്കുന്ന മരങ്ങൾ ഏറെയുണ്ട് ഈ പാതയിൽ. അളഗപ്പനഗർ ESI ആശുപത്രി കോമ്പൗണ്ടിൽ നിൽക്കുന്ന പാഴ്മരത്തിന്റെ ശിഖരങ്ങൾ അപകടകരമായ രീതിയിലാണ് റോഡിന്റെ മറുവശത്തേക്കും വൈദ്യുതി ലൈന് മുകളിലേക്കും ചാഞ്ഞു നിൽക്കുന്നത്. ESI കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മതിലിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും സമീപത്ത് അപകടകരമായി നിൽക്കുന്ന ഈ മരം മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ KK ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അളഗപ്പനഗർ ESIയുടെ കോമ്പൗണ്ടിൽ 4ഓളം വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മരം നിൽക്കുന്നതിൻ്റെ കൊമ്പുകളെല്ലാം ബസ് റൂട്ടിൽ നടക്കുന്ന സർവീസ് റോട്ടിലാണ് ഈ കൊമ്പുകൾ നിൽക്കുന്നത്, വലിയ കൊമ്പുകൾ. അതുകൊണ്ട് അടിയന്തരമായി ഈ ESI കോർപ്പറേഷൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു നീക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ K രാജേശ്വരിയും ബന്ധപ്പെട്ട ഈ ESI ലോക്കൽ ഓഫീസ് മാനേജർക്ക് കണ്ട് സംസാരിക്കുകയും നാട്ടുകാർ കുറച്ച് ആളുകൾ ഒരു പെറ്റീഷൻ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് മുറിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ലോക്കൽ മാനേജർക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആമ്പല്ലൂർ തുടങ്ങി ESI വരെ ഇതേപോലുള്ള മരം, ഈ മദ്രാശി പോലുള്ള മരം തന്നെയാണ് ഏറ്റവും കൂടുതൽ റോഡിലേക്ക് നിൽക്കുന്നത്. അവ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആമ്പല്ലൂർ മുതൽ അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് വരെ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ താഴെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. ശിഖരങ്ങൾ പൊട്ടിവീണാൽ ഈ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കാനും സാധ്യത ഏറെയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന പാതയിൽ അപകടകരമായ മരച്ചില്ലകൾ മുറിച്ചു നീക്കി യാത്രക്കാരുടെ ഭീതി ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അളഗപ്പനഗറിലുള്ള ESI കെട്ടിടത്തിന് മുൻവശത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. മഴക്കാലത്ത് ഈ കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ പൊട്ടി റോഡിലേക്ക് വീഴുന്നതും ഒപ്പം സമീപത്തുള്ള ഇലക്ട്രിക് ലൈനിലേക്കടക്കം തൂങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. വാഹനയാത്രികർക്കും ഒപ്പം ഇതിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നതാണ് ഇത്തരം കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ. ഇത് അടിയന്തരമായി ഇത് മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ മരങ്ങൾ മാത്രമല്ല, ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് അളഗപ്പനഗർ ESI വരെയുള്ള പ്രദേശത്ത് റോഡിന് ഇരുവശത്തും ഇതുപോലെയുള്ള കൂറ്റൻ പാഴ്മരങ്ങൾ നിൽക്കുന്നുണ്ട്. അവയുടെ കൊമ്പുകളൊക്കെ തന്നെ റോഡുകളിലേക്ക് വലിയ അപകടകരമായ രീതിയിലാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇവയെല്ലാം വെട്ടിമാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കൂടിയാണ് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.